ലച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കിലോ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ മസാല റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ചിക്കൻ പീസുകൾ തേച്ച് പിടിപ്പിക്കണം. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്കിനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. നമ്മുടെ സവാള ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇപ്പോൾ ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ സവാള ഫ്രൈ ചെയ്യാനെടുത്ത ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് പാനിലേക്ക് എല്ലാ ചിക്കൻ പീസുകളും വെച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണിക്ക് വേണ്ട സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം തലേ ദിവസം തന്നെ തോട് കളഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് ഇനി ഇത് മൂടി വയ്ക്കാം. ഒരു 7 പീസ് വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടിയിട്ട് നമുക്ക് ചതച്ചെടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്യണ നേരം കൊണ്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമായ മസാല റെഡിയാക്കാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 വലിയ സവാള ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് ഇളക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. സവാള വഴറ്റുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് വേഗത്തിൽ സവാള വഴന്ന് കിട്ടും. സവാള വഴറ്റിയതിലേക്ക് നമുക്കിനി ഒരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം. കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. നമുക്ക് ഇനിയും കുറച്ച് നേരം കൂടി വേവിക്കണം. ചിക്കനിലെ വെള്ളമെല്ലാം ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റാം. സവാള ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കണം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പൊടികളുടെ സ്മെല്ല് മാറുന്ന വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ കുറേ കാലമായിട്ട് തക്കാളി മാത്രമാണ് ബിരിയാണിയിൽ ഉപയോഗിക്കാറ്. തൈരൊട്ടും ചേർക്കാറില്ല. അതുകൊണ്ടാണ് വലിയ 2 തക്കാളി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടെ ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കണം. തക്കാളി അരച്ചത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് കുറച്ച് നേരം വഴറ്റി കൊടുക്കാം. മസാല ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. തൈര് ചേർക്കണം എന്നുള്ളവർക്ക് ഈ സമയത്ത് തൈര് ചേർത്തിട്ട് കുറച്ച് നേരം കൂടി വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു കയ്യിലുകൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. മസാല എല്ലായിടത്തും നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് അതിൻ്റെ മുകളിൽ വിതറി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം. ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് റൈസിലിടാനുള്ള മസാലകളും ഇതേപോലെ തന്നെ വഴറ്റിയിട്ടെടുക്കണം. ഒരു 4 ഏലക്കായ, ഒരു ബേ ലീഫ്, ഒരു വലിയ കഷ്ണം പട്ട ചെറുതാക്കിയത്, കുറച്ച് ഗ്രാമ്പു, ഒരു 3-5 എണ്ണം, പിന്നെ ഒരു 3-4 കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റൈസ് വയ്ക്കുന്ന പാത്രം വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ബാക്കിയുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അരി ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. ഒരു കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം എന്ന നിരക്കിൽ 3 കപ്പ് അരിക്ക് ഒരു 15 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചൂടായ വെള്ളം അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർക്കണം. ഒരു വലിയ നാരങ്ങയുടെ നീര് ചേർത്താൽ മതി. റൈസ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ റൈസ് വാങ്ങുമ്പോൾ നല്ല അരി തന്നെ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. നല്ല അരിയായിരുന്നാലേ ബിരിയാണി നന്നായിരിക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം. അരി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വേവൊന്ന് നോക്കണം. ബിരിയാണി റൈസ് അധികം വെന്ത് പോകാൻ പാടില്ല, കുറച്ച് നേരത്തെ വേവേ ഉള്ളൂ. സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം മസാലകളെല്ലാം കൂടി റൈസിലിട്ട് മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ദമ്മിടാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നെയ്യ് പുരട്ടി കൊടുക്കുക. അതിന് ശേഷം ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക. അതിന് മുകളിൽ എന്നിട്ട് നമുക്ക് ചിക്കൻ പീസുകൾ മസാല അടക്കം കുറേശ്ശെ എടുത്തിട്ട് ഒരു 3-4 സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മസും സവോള ഫ്രൈ ചെയ്തതും എല്ലാം ഒന്ന് കുറേശ്ശെ എടുത്ത് വിതറി കൊടുക്കുക. പിന്നെ നമ്മുടെ മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയിലയും കുറേശ്ശെ വിതറുക. ഇനി ഇതുപോലെ തന്നെ അടുത്ത ലെയറും ചെയ്യുക. ലെയർ ചോറിടുക. വീണ്ടും ഇതുപോലെ തന്നെ ചിക്കൻ പീസുകളും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന കാഷ്യൂസും കിസ്മസും ഉന്നിയനും എല്ലാം വിതറി കൊടുക്കുക. പുതിനയില മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ വിതറി കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾക്ക് പാത്രം മൂടി വയ്ക്കുക. എന്നിട്ടൊരു ഇരുമ്പ് ചട്ടി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ പാത്രം എടുത്ത് വയ്ക്കുക. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ആവി വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം മുകളിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ മുകളിൽ എല്ലാ ഇലകളും നന്നായിട്ട് ആവി വന്ന് കളറൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.